ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോകൾക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്താൽ ഒരു ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം. അതും പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഞാൻ ഒരു സവാളയുടെ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കായിട്ട് 4 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുക. പച്ചമുളക് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഒരു തക്കാളി കുറച്ചിട്ട് അതിന് പകരം കുറച്ച് പച്ചമാങ്ങയും കൂടി ചേർത്ത് കൊടുത്താലും മതി. തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു വീഡിയോ എന്നോട് കട്ടായി പോയതാണ്. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. വലിയ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് 3 മുരിങ്ങക്കായ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മുരിങ്ങക്കായും ചെമ്മീനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ബെസ്റ്റ് കറിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ഈ കറിക്ക് ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടതേ ഉള്ളൂ. ഒരുപാട് കുക്ക് ചെയ്യുകയാണെങ്കിൽ മുരിങ്ങക്കായ ഒടിഞ്ഞു പോവുകയും ചെയ്യും, ചെമ്മീനൊന്ന് ഉറപ്പ് പിടിച്ച പോലെ ആവുകയും ചെയ്യും. അപ്പോൾ 5 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റായിട്ട് ചെമ്മീനൊക്കെ നമുക്ക് കിട്ടും, മുരിങ്ങക്കായും അതേ ഒരു ലെവലിൽ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി, ഇതിനാവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ കറി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരുപാട് കുക്ക് ചെയ്യരുത്, ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്യുക. ഒന്ന് തൂമിച്ചെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊരു 6 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് വഴറ്റിയെടുക്കണം. വാടി വരുമ്പോഴേക്ക് തന്നെ ഒരു 3 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറി റെഡിയാവാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ കറി റെഡിയായി. നല്ല ടേസ്റ്റുമാണ്. ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കോമ്പിനേഷനാണ് ചെമ്മീനും അതുപോലെ തന്നെ മുരിങ്ങക്കായും, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഈസി റെസിപ്പിനായിട്ട് അമാൻ മം ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.